സൂര്യനൊക്കെ മലയുടെ പുറകിലായി കേട്ടോ. ഇതന്നെ പരിപാടി. റെഡിയുണ്ട്. ഒരു സ്റ്റീൽ പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1 ഇഞ്ച് പൈപ്പ്. ഓക്കെ, സ്റ്റീൽ പൈപ്പ്, തുരുമ്പിക്കുകയല്ല. വാ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്ലൂട്ടോ ക്രിയേഷൻസ്. നമ്മൾ ഇന്നിവിടെ ഒരു സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെടിയുടെയൊക്കെ ഇടഭാഗം ഇളക്കാൻ പറ്റിയ ഒരു ചെറിയ ടൂളാണ്. ഓക്കെ, ഇതിപ്പോൾ ഒരു കർട്ടൻ്റെ പൈപ്പ് മിച്ചം വന്ന പീസാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു സ്റ്റീലിൻ്റെ പൈപ്പ് എടുക്കണം. അതായത് നമുക്ക് ഇങ്ങനെ ഒരു 2 കൈയുടെ അകലവും പിന്നെ ഒരു കൈയുടെ അകലവും അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഒരു ഇത്രയും ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ആംഗിൾ ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട്. പവർ ടൂൾസ് യൂസ് ചെയ്യുമ്പോഴത്തേനും എപ്പോഴും സൂക്ഷിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സ്വിച്ച് ഓൺ ആക്കണം ആദ്യമേ. ഇവിടെ ഞാനിപ്പോൾ ഇത്രയും ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ പീസിൽ ഇങ്ങനെ ഒന്ന് കൈ പിടിക്കുക. അത് കഴിഞ്ഞിട്ട് ചെറിയ എന്തെങ്കിലും ഒരു സാധനം, ഞാനിപ്പോൾ ഒരു കല്ലിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, അത് വെച്ച് ഇങ്ങനെ ഇവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്കിൻ്റെ ഇവിടെ വരെ ഈ പൈപ്പ് നേരെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിങ്ങനെ നീളത്തിൽ ഇവിടെ വരെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഒരു ഹാഫ് നമുക്ക് എടുത്ത് കളയാം. അപ്പോൾ എടുത്ത് കളയുമ്പോൾ ഞാൻ ചെറിയൊരു ആംഗിളിൽ ഇങ്ങനെ ഒരു ചെറിയ ആംഗിളിലായിരിക്കും എടുത്ത് കളയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഇത്ര എടുത്ത് കളഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ടിപ്പ് ഭാഗം ഒന്ന് ഷാർപ്പാക്കി എടുക്കാം. അപ്പോൾ ഇത് കേർവ്ഡ് ആയിട്ടുള്ള പൈപ്പാണ്, അതുകൊണ്ട് തന്നെ ഒരു കേർവായിട്ടായിരിക്കും ഷാർപ്പാകുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടിപ്പ് ഇതുപോലെ ഒന്ന് ഷാർപ്പാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു വാള് പോലെ, അതായത് ആക്സോ ബ്ലേഡ് പോലെയും മറ്റേ സൈഡിൽ നല്ലൊരു കത്തി പോലെ നല്ല ഷാർപ്പാക്കി എടുക്കാം. അതായത് അതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇച്ചിരി കട്ടിയുള്ള കമ്പൊക്കെ മുറിക്കാനാണെങ്കിൽ നമുക്ക് വാള് പോലുള്ള സ്ഥലം യൂസ് ചെയ്യാം. അല്ലാണ്ട് ചെറിയ സാധനങ്ങൾ മുറിക്കാനായിട്ട് നമുക്ക് കത്തി പോലുള്ള സൈഡ് യൂസ് ചെയ്യാം. അതിനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് നല്ല ഷാർപ്പാക്കി എടുത്തിട്ടുണ്ട്, കത്തി പോലെ ബ്ലേഡ് പോലെ നല്ല മൂർച്ചയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് നമ്മുടെ ആക്സോ ബ്ലേഡ് പോലെ ഇങ്ങനെ ഓരോരോ കട്ടിങ് ടീത്ത് പോലെ ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ടീത്ത് പോലെ ആക്കി എടുക്കാനായിട്ട് നമ്മുടെ ഈ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമുണ്ട്. ഓക്കെ, കട്ടറിൻ്റെ ഈ സൈഡ് കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തൊട്ട് വിടത്തേ ഉള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു ടീത്ത് പോലെ നമുക്ക് കിട്ടും. ഇനി നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഈ ഒരു സൈഡ് നല്ലവണ്ണം ടീത്തായിട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ ആക്സോ ബ്ലേഡിൻ്റെ ഒക്കെ ടീത്ത് പോലെ. ഇച്ചിരി കൂടെ വലിയ ടീത്താന്നേ ഉള്ളൂ. മറ്റേ സൈഡ് നല്ല ഷാർപ്പായിട്ട് നൈഫ് പോലെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ ടീത്ത് വെച്ചേക്കുന്നത് ഇങ്ങനെ താഴോട്ട് ഫേസ് ചെയ്യുന്ന പോലെയാണ്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ താഴോട്ട് കൈ വരച്ചാൽ നമുക്കൊന്നും പറ്റരുത്. കാരണം ഇപ്പോൾ ഇത് പിടിക്കുമ്പോൾ കൈ തെന്നിപ്പോയാലും ഇത് കൊണ്ടാലൊന്നും പറ്റരുത്, തിരിച്ച് കൊണ്ടാലാണ് പ്രശ്നം. ഓക്കെ, ഇങ്ങോട്ട് കൊണ്ടാലും വലിയ പ്രശ്നമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ പിടിക്കുമ്പോഴത്തേനും ഒരു ഗ്രിപ്പ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഇൻസുലേഷൻ ടേപ്പ് ഇതിൻ്റെ പിടിയിൽ ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഗാർഡൻ ടൂൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഓക്കെ, സിമ്പിൾ. 5 മിനിറ്റ് കൊണ്ട് അടിപൊളി ഒരു ഗാർഡൻ ടൂൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 5 മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി ഒരു ഗാർഡൻ ടൂൾ ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ബോറടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗാർഡനൊക്കെ നല്ല അടിപൊളിയാക്കാനായിട്ട് ഇതുപോലുള്ള ടൂൾസൊക്കെ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെടികളാണെങ്കിലും ഓരോ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഓരോ കാക്കയൊക്കെ വരുന്നത്.
അപ്പോൾ നമ്മുടെ ഈ ടൂൾ കൊണ്ട് നമുക്ക് ചെടിയുടെ ചോടൊക്കെ നന്നായിട്ട് ഇളക്കാൻ പറ്റും. അതുപോലെ തന്നെ വളമിടാൻ പറ്റും. ചെറിയ രീതിയിൽ നമുക്ക് മണ്ണൊക്കെ ഇളക്കി അതായത് നമുക്ക് എന്താ പറയുക, നമുക്ക് ചെടികളുടെ വിത്തൊക്കെ നട്ടിട്ട് അത് പറിച്ച് മാറ്റി നടാനൊക്കെ യൂസ് ഉള്ള നല്ലൊരു ചെറിയ ഇൻസ്ട്രുമെൻ്റ് ആണിത്. അതുപോലെ തന്നെ നല്ല പവർഫുള്ളുമാണ്, നല്ല ബലമുള്ള ടൂളും കൂടാണ്. നല്ല കേർബിൾ ഷേപ്പ് ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വളഞ്ഞു പോകുമോ അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ നമ്മളിത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും തുരുമ്പിച്ചും പോകില്ല. എവിടെയും ഇട്ടിട്ട് പോയാലും പ്രശ്നമൊന്നുമില്ല, അവിടെ തന്നെ കിടന്നോളൂ, പിന്നെ ഒന്ന് എടുത്താൽ മതി. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ടൂളിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഇതുപോലെ ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നല്ലോണം എളുപ്പത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ തന്നെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടൂൾ ഉണ്ടാക്കുന്ന വീഡിയോ അവിടെ എന്തായാലും പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടൂൾ ഉണ്ടാക്കിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.